എല്ലാ മാന്യ സ്നേഹിതർക്കും സ്നേഹാവന്ദനങ്ങൾ. ഇറാന്റെ ഉള്ളിൽ ആഭ്യന്തര കലഹം പണ്ടെന്നത്തെക്കാളും അതീവ ഗൗരവമായി നടക്കുകയാണ്. 2025 ഡിസംബർ 28 ആരംഭിച്ച ആഭ്യന്തര കലാപം വളരെ ഗൗരവമേറിയ നിലയിൽ നടന്നുകൊണ്ടിരിക്കുന്നതായിട്ടാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൽ ഇറാനിലെ മത ഗവൺമെന്റിനെതിരെ സംസാരിക്കുന്നവരെ കുലപ്പെടുത്തി വരുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കാണുന്നത്. 3000 എന്നും 12,000 എന്നും 20,000 എന്നും കൊല്ലപ്പെട്ടവരുടെ എണ്ണത്തെക്കുറിച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങൾ വ്യത്യസ്ത മാധ്യമങ്ങളിൽ നിന്ന് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് വ്യക്തമായി ഏതാണെന്ന് അറിയില്ല. ഏതായാലും സോൾട്ടാനിയ എന്നൊരു യൗവനക്കാരന്റെ 20കളുള്ള ഒരു മനുഷ്യന്റെ വധശിക്ഷ നടപ്പിലാക്കുവാൻ വേണ്ടി ഇറാനിലെ മത ഗവൺമെന്റ് തയ്യാറാകുമ്പോഴാണ് സോൾട്ടാനിയയുടെ ബന്ധുക്കൾ ചേർന്ന് ട്രംപിനെ സമീപിക്കുകയും ഞങ്ങൾക്ക് സംരക്ഷണം വേണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നതായി വാർത്തകൾ വരുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് ട്രംപ് ഈ വിഷയത്തിൽ ഇടപെടുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതായാലും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു മതത്തിന് വേണ്ടിയുള്ള കൊലപാതകങ്ങളാണ് നമ്മൾ ഈ കാണുന്നത് മുഴുവൻ. ഇത് ഇറാന്റെ മാത്രം പ്രത്യേകതയല്ല. മിക്കവാറും ലോകത്തിലെ എല്ലാ രാജ്യത്തും ഈ സമാധാന മതം ഇമാതിരി ഒരു മെനകേട് ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. അവരുടെ ആൾക്കാരെ തന്നെ കൊല്ലാൻ അവർക്ക് മടിയില്ല, ആരെയും എന്തും ചെയ്യാൻ മടിയില്ല. അത്തരത്തിലൊരു മലീമസമായ ഫിലോസോഫിയാണ് ഇവരുടെ തലയ്ക്കകത്ത് ചെകുത്താൻ കടത്തിയിരിക്കുന്നത്. ഇതാർക്ക് ഗുണമുള്ളൊരു കാര്യമല്ല, ചെകുത്താന് മാത്രമാണ് ഇതുകൊണ്ട് ഗുണം. മനുഷ്യരാശി രക്ഷയില്ലാതെ ഭൂപ്പരപ്പിൽ നിന്ന് തച്ചുടയ്ക്കപ്പെടുന്നു എന്നുള്ളതാണ് ഇതിന്റെ യാഥാർത്ഥ്യം. യെശയ്യാവ് പ്രവചനത്തിൽ 14-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്: ഭൂതലത്തെ മരുഭൂമി പോലെയാക്കുകയും മനുഷ്യനെ സമാധാനമില്ലാതാക്കുകയും ചെയ്യുന്നവൻ, രാജാക്കന്മാരെ സമാധാനത്തോടെ ഭരിക്കാൻ അനുവദിക്കാത്തവൻ നീ തന്നെയല്ലയോ. ഇത് ജനം തിരിച്ചറിയുന്നത് അവസാനം മാത്രമേ ഉള്ളൂ. അതാണ് ഇതിലെ ഖേദകരമായ കാര്യം. അപ്പൊ അതിന്റെ ലേറ്റസ്റ്റ് വേർഷനാണ് ഇസ്ലാം എന്ന് പറയുന്ന സാധനം. മാനവകുലത്തിന് മുഴുവൻ നാശം വരുത്തുക എന്നുള്ളതാണ് ഇതിന്റെ ഉദ്ദേശം. ഞങ്ങൾ ഭരണം ഏറ്റെടുക്കും, ലോകം മുഴുവൻ ഇസ്ലാമിക രാജ്യമാക്കി മാറ്റും എന്നുള്ളതാണ് അവരുടെ താല്പര്യം. വളരെ കുറഞ്ഞ വർഷത്തേക്ക് അക്കാര്യം അവർക്ക് നടത്തിയെടുക്കുവാൻ കഴിയും എന്നുള്ളതാണ് ബൈബിൾ പ്രവചനങ്ങൾ നൽകുന്ന വെളിപ്പാട്. അപ്പൊ ഇസ്ലാം ലോകം ഭരിക്കുമോ എന്ന് ചോദിച്ചാൽ നിശ്ചയമായും ഭരിക്കും. കർത്താവായ യേശുക്രിസ്തുവിന്റെ രഹസ്യവരവ് സംഭവിച്ചതിന്റെ അന്ന് മുതൽ, അല്ലെങ്കിൽ പിറ്റേന്ന് രാവിലെ മുതൽ, ഈ ലോകത്തിൽ ഒരു 7 കൊല്ലം ഇസ്ലാമിക പ്രിഡോമിനൻസ് ഉള്ള ഒരു ഭരണം ഇവിടെ ഉണ്ടാകും. അതിന് സംശയമൊന്നും വേണ്ട. അന്ന് ഇസ്രായേൽ ജനം ഭാരമായി മുറിവേൽക്കുമെന്ന് തിരുവെടുത്ത് സംസാരിക്കുകയാണ്. പക്ഷേ ഇസ്രായേലിനെ മുച്ചൂട് തകർത്ത് കളയാൻ ഈ ഇസ്ലാമിക രാജ്യങ്ങൾക്കാവില്ല, അവരോട് ചേർന്ന് നിൽക്കുന്ന ലോകരാഷ്ട്രങ്ങൾക്കും കഴിയില്ല. ഒടുവിൽ ഇസ്രായേൽ പൂർണ്ണ ശക്തിയോടെ മടങ്ങി വരും എന്നാണ് തിരുവചനത്തിലെ പ്രവചനങ്ങൾ. ഈ പ്രവചനങ്ങൾക്കൊന്നിനും നാളിതുവരെ പതിരില്ല. പറഞ്ഞിരിക്കുന്നത് പോലെ ഓരോ മണിക്കൂറിലും സംഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളത് വളരെ ശ്രേഷ്ഠകരമായ കാര്യമാണ്. ഇതിൽ യഹൂദനല്ലാത്ത നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പ്രത്യാശയുള്ളത് ഒന്നേ ഉള്ളൂ: ഈ അടികൾ നടക്കുന്നതിന് തൊട്ട് മുമ്പ് യേശുക്രിസ്തുവിന്റെ രഹസ്യവരവ് സംഭവിക്കും. തനിക്കായി കാത്തിരിക്കുന്ന ജനത്തെ സ്വർഗരാജ്യത്തിലേക്ക് എടുത്തു മാറ്റിയിട്ടും മാത്രമേ ഇവിടെ യുദ്ധം ആരംഭിക്കുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമ്മൾ അതിനെയാണ് ഫോക്കസ് ചെയ്തിരിക്കേണ്ടത്. ബാക്കിയുള്ളവകൾ ശ്രദ്ധിച്ചാൽ മാത്രം. അപ്പൊ ഇറാനെ തകർത്ത് കളയും എന്ന മട്ടിനാണ് ഇപ്പോൾ അമേരിക്കയുടെ നിലപാട്. നമുക്കറിയാം, സോൾട്ടാനിയെ കൊല്ലുകയാണ് എങ്കിൽ ഇറാനെ നശിപ്പിക്കും എന്ന് ട്രംപ് പറയുന്നതോടെ സോൾട്ടാനിയെ തൽക്കാലം കൊല്ലണ്ട എന്നും തുറുങ്കിലടയ്ക്കാമെന്നുമുള്ള തീരുമാനത്തിലേക്ക് ഇറാൻ എത്തുകയാണ്. നമുക്കറിയാം, 2023 മുതൽ ഇസ്രായേലിന്റെ യുദ്ധം വളരെ വ്യാപകമായി നടന്നിരുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. 2 വർഷത്തെ ഇസ്രായേലിന്റെ യുദ്ധം തൽക്കാലത്തേക്കൊന്ന് വെടിനിർത്തലിൽ നിൽക്കുമ്പോൾ, ഇന്നേക്ക് 2500 കൊല്ലങ്ങൾക്ക് മുമ്പ് യെഹെസ്കേൽ പ്രവാചകൻ പറഞ്ഞു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ, ഇനി നടക്കാനുള്ള യുദ്ധത്തിന്റെ ടീമുകൾ 2 വിഭാഗങ്ങളായി തിരിഞ്ഞു നിൽക്കുകയാണ്, അല്ലെങ്കിൽ 2 ചേരികളായി തിരിഞ്ഞു നിൽക്കുകയാണ്. ഇനി ഏത് സമയവും ആ യുദ്ധം നടക്കുകയാണ് വേണ്ടത്. ഇപ്പോൾ യുദ്ധം നടക്കുമോ എന്ന് ചോദിച്ചാൽ നടക്കുക തന്നെ വേണം. നിശ്ചയമായിട്ട് നടക്കും എന്ന് ഞാൻ ഉറപ്പിച്ചു പറയാൻ കാരണം, ആകാശവും ഭൂമിയും മാറിയാലും മാറാത്ത തിരുവെഴുത്തിൽ
പരാമർശിച്ചിരിക്കുന്നത് കൊണ്ടും തിരുവഴുത്തിൽ പറഞ്ഞിരിക്കുന്ന യാതൊരു കാര്യങ്ങളും ഏതെങ്കിലും സാഹചര്യവശാൽ നടക്കാതെ മാറി നിന്നിട്ടില്ല, എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു എന്നതുകൊണ്ടും ഈ യുദ്ധം നിശ്ചയമായും നടക്കുമെന്നും ഇതിൽ ലോകരാഷ്ട്രങ്ങളെ ഭരിക്കാൻ പാകത്തിന് ഇസ്ലാം വളരുമെന്നും 7 കൊല്ലം കഴിയുമ്പോൾ ഇസ്ലാം എന്നേക്കുമായി അവസാനിക്കുമെന്നും നമുക്ക് തിരിച്ചറിയാം. അപ്പൊ വളരെ ശ്രദ്ധിക്കേണ്ടത്, മതഭരണത്തിനെതിരെ അതേ മതക്കാർ തന്നെയാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. ഇതേ അവസ്ഥ താമസിയാതെ കേരളത്തിൽ ഉണ്ടാവും, സംശയമൊന്നും വേണ്ട. ഇന്ത്യൻ മണ്ണിൽ ഇത് തന്നെ ഉണ്ടാകും. വാസ്തവത്തിൽ സൗദി അറേബ്യ ആയിരുന്നു ഇതിന്റെ പ്രധാനപ്പെട്ട ഹബ്ബ്, ഈ മത തീവ്രവാദത്തിന്റെ. പക്ഷേ അവിടെ സുബോധമുള്ള ഭരണാധികാരികളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അതിന് അയവ് വന്നു. അവരിപ്പോൾ ഒരുപാട് കാര്യങ്ങളിൽ അയവ് വരുത്തിയിരിക്കുന്നു. സൗദി അറേബ്യയുടെ മുഖം തന്നെ മാറിയിരിക്കുന്നു. UAE നമുക്കറിയാം, 10 രാഷ്ട്രങ്ങൾ, അവരെല്ലാവരും തീവ്രവാദികളല്ല. അവിടെ ഒക്കെ വളരെ ശാന്തമായ അന്തരീക്ഷമാണ്. എന്നാൽ ഇറാഖ്, ഇറാൻ, ഈജിപ്റ്റ്, ഇവിടൊക്കെ ഒരു വല്ലാത്ത അവസ്ഥയാണ് നിലനിൽക്കുന്നത്. ഇവര് തന്നെ ഭരണത്തിന്റെ പ്രധാന കേന്ദ്രം പിടിച്ചെടുക്കുമെന്നതിന് സംശയമൊന്നും വേണ്ട. അത് അതിന്റെ വഴിക്ക് പോട്ടെ. അപ്പോൾ ഇറാനിൽ നമ്മളിന്ന് കണ്ടുവരുന്നത് മതഭരണത്തിന്റെ, മത തീവ്രവാദത്തിന്റെ ഒരു പ്രതിസന്ധിയാണ്. അവരുടെ തീവ്രവാദത്തിനെതിരെ നിൽക്കുന്ന എല്ലാവരെയും കൊന്നുകളയുക, അത്തരത്തിൽ അവർ പ്രവർത്തിക്കുകയാണ്. ഖമനഈ ഭരണകൂടമാണ് ഈ വൃത്തികെട്ട സംവിധാനത്തിന് ചുക്കാൻ പിടിക്കുന്നത്. ഖമനയെ കൊന്നുകളയുവാൻ വേണ്ടി തീരുമാനമെടുത്തപ്പോൾ ഇസ്രായേലിനെ പിന്നോക്കം മാറ്റി നിർത്തിയത് അമേരിക്കയാണ്. ഇപ്പോൾ ചിലർക്ക് സംശയം വരുന്നു, ഖമനയെ തൽക്കാലത്തേക്ക് ഇസ്രായേലിനെ കൊണ്ട് കൊല്ലിക്കേണ്ട, ഞങ്ങൾ കൊന്നോളാം എന്ന നിലയിലാണോ അമേരിക്ക ഈ തീരുമാനമെടുത്തത്? അമേരിക്കയ്ക്ക് ഇറാന്റെ മേൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് ഇറാന്റെ എണ്ണഖനികൾ പിടിച്ചെടുക്കുവാനുള്ള താല്പര്യമാണോ എന്നൊക്കെ ഇപ്പൊ ചർച്ചകൾ നടക്കുകയാണ്. ഏതായാലും മീഡിയ വണ്ണൊക്കെ ചർച്ച ചെയ്യുന്നത് കേട്ട് ചിരിച്ചുപോയി. കാരണം അവർ പറയുകയാണ്, അമേരിക്ക ഇറാനെ അടിക്കുമെന്ന് പറഞ്ഞ അപ്പോൾ തന്നെ ഇവിടെ നിന്ന് അവരൊരു വീഡിയോ ട്രംപിന് ഇട്ട് കൊടുത്തു. ട്രംപിനെ കൊല്ലുന്ന ഒരു വീഡിയോ AI ഉണ്ടാക്കിയതായിരിക്കും. അതോടുകൂടി ട്രംപ് പിന്മാറി. എന്തൊരു രസകരമായ തമാശകളാണ് ഇവരൊക്കെ പറയുന്നത്. ഇവർ ചിന്തിക്കുന്നത് തലച്ചോറ് കൊണ്ടല്ലെന്ന് വ്യക്തമാണ്. ഇറാൻ തലകീഴായി നിന്നാലും മറ്റു തരം ഇസ്ലാമിക രാഷ്ട്രങ്ങളുടെ സപ്പോർട്ട് ഇല്ലാതെ അമേരിക്കക്കെതിരെ ഒരു ചെറുവിരൽ പോലും അനക്കാൻ പറ്റില്ല. കാരണം കിലോമീറ്റർ ഇത്രയും കിടക്കുകയാണ്. എത്ര രാജ്യങ്ങളുടെ എയർ സ്പേസ് കവർ ചെയ്ത് വേണം ഇറാന്റെ ഒരു ബോംബ് അമേരിക്കയിൽ എത്താൻ? ഇറാൻ ബോംബ് ഇവിടെ നിന്ന് ഉയർത്തുന്നതിന് മുമ്പ് തന്നെ അമേരിക്കയ്ക്ക് തിരിച്ചറിയാനുള്ള ശേഷിയുണ്ട്. ഇറാന്റെ ചുറ്റും കിടക്കുന്ന ഇസ്ലാമിക രാജ്യങ്ങളിലെല്ലാം അമേരിക്കയ്ക്ക് ബേസ് ഉണ്ട്. അപ്പൊ ഇതെല്ലാം കടന്നുകൊണ്ട് ഇറാൻ അങ്ങ് അടിച്ചു കളയുമെന്നൊക്കെ പറഞ്ഞാൽ അമേരിക്ക പേടിച്ച് ഭയന്നുപോയി എന്നൊക്കെ ഇവിടെയുള്ള യുവന്മാര് പറയുമ്പോഴാണ് യുവന്മാരുടെ ചിന്താ കേന്ദ്രം ഇരിക്കുന്നത് തലച്ചോറിലല്ല എന്ന് വ്യക്തമാണ്. ഏതായാലും ഇറാൻ സുൽത്താനിയെ കൊല്ലുന്നതിൽ നിന്ന് പിന്നോക്കം മാറുമ്പോൾ അമേരിക്ക തൽക്കാലത്തേക്ക് ഇടപെടലിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ്. മണിക്കൂറത്തെ കാര്യമാണ്. അമേരിക്ക ഇറാനെ അടിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പൊ അമേരിക്ക ഇപ്പം ചെയ്യുന്നത് ഇസ്രായേലിനെ പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്, ഇസ്രായേലിനെ കൊണ്ട് അടുപ്പിക്കാൻ. അതിന്റെ ഒരു പ്രത്യേകത, അമേരിക്കയാണ് ഇറാനെ ആക്രമിക്കുന്നതെങ്കിൽ അമേരിക്ക വാരി പിടിച്ച് ആക്രമിക്കും. നമുക്കറിയാം, കഴിഞ്ഞ പ്രാവശ്യം ബോംബർ ബ്ലസ്റ്റർ ബോംബുകളൊക്കെ കൊണ്ടിട്ട് ഇവരെ കുറച്ച് ബുദ്ധിമുട്ടിപ്പിച്ചത്. അതിനേക്കാൾ ഹെവി പവർ ഉള്ളത് അമേരിക്കയിൽ ഉണ്ട് ബോംബ്. അവകൾ കൊണ്ടിട്ടാൽ ഇറാന്റെ ആകെയുള്ള സ്ഥിതിഗതികൾ മാറും. പക്ഷേ ഇസ്രായേലിനെ പിടിക്കുകയാണെങ്കിൽ, ഖമനയെ കൊല്ലാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഖമനയുടെ ചീകി വച്ച മുടി ഉലഞ്ഞു പോകാതെ ഖമനയെ പൂവിതിർക്കുന്ന ലാഘവത്തോടെ കൊല്ലും. അതിനുള്ള ടെക്നോളജി ഇസ്രായേലിനാണ്. അപ്പോൾ അങ്ങനെയാണ് എങ്കിൽ ഖമനയി പോലും അറിയാതെ വളരെ ശാന്തമായി ഖമനയി ഹൂറികളുടെ മടിയിലെത്തും. ആ രീതിയിലാണ് ഇസ്രായേലിന്റെ ടെക്നോളജി. അത്തരത്തിലൊരു ആക്ഷൻ ഇവിടെ നടന്നാൽ ഒരല്പം ദിവസത്തേക്ക് ഒരു ചെറിയ ടെൻഷൻ ലോകരാഷ്ട്രങ്ങളിൽ ചിലപ്പോൾ ഉണ്ടാകുമെന്നല്ലാതെ മറ്റൊരു ചുക്കും ഇവിടെ സംഭവിക്കില്ല. ഇവകൾ ശാന്തമാകും. ഏത് രീതിയിൽ ഈ യുദ്ധം മുൻപിലേക്ക് പോകുമെന്ന് നമുക്കറിയില്ല. ചുറ്റുപാടുമുള്ള രാഷ്ട്രങ്ങളൊന്നും ഇതിൽ വലുതായിട്ട് ഇടപെടുന്നില്ല. നമുക്കറിയാം ഇറാഖിന്റെ ഗതി. സദ്ദാമിനെ തൂക്കിക്കൊന്നുകൊണ്ട് ഇറാഖിനെ അന്ന് കൊണ്ടുവന്നിരുന്ന ആ പ്രൗഢിയിൽ നിന്നൊക്കെ പിന്നോക്കം കൊണ്ടുപോയി. ലിബിയയിലെ ഗദ്ദാഫി അയാളെയും കൊന്നുകളഞ്ഞു. ഇപ്പൊ അടുത്ത രാജ്യത്തെ കൈവച്ചിരിക്കുന്നു. ഇത് അമേരിക്കയുടെ ഒരു ശൈലിയാണെന്ന് പറയുമ്പോഴും
ലോകരാഷ്ട്രങ്ങൾക്ക് സമാധാനം നിലനിർത്തുവാൻ വേണ്ടി അമേരിക്ക എടുക്കുന്ന ആക്ഷനാണ്. അതിനെ നമുക്ക് തെറ്റെന്നൊന്നും പറയാനൊക്കില്ല. ഇപ്പൊ ഇന്നലത്തെ മലയാള മനോരമ പത്രം കണ്ട് ഞാൻ ഞെട്ടിപ്പോയി. കാരണം അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് റഷ്യയും ചൈനയും ഇറാനെ പിന്തുണച്ച് മുൻപിൽ. അപ്പൊ റഷ്യയും ചൈനയും ഇറാനെ പിന്തുണച്ചുകൊണ്ട് നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ഇന്നേക്ക് 2500 കൊല്ലങ്ങൾക്ക് മുമ്പ് ബൈബിൾ പറഞ്ഞിരിക്കുന്ന പ്രവചനം വ്യക്തമാവുകയാണ്. റഷ്യയോട് പറയുക, നീ യുദ്ധത്തിന് മുൻപിൽ നിൽക്കണം, നിന്റെ കൂടെ നിൽക്കേണ്ടത് പേർഷ്യയാണ്, അല്ലേ? റോസ് മേശക് തൂബൽ എന്നിവയുടെ പ്രഭുവായ ഗോഗ് അല്ലെങ്കിൽ റഷ്യ, 2 പേർഷ്യ അല്ലെങ്കിൽ ഇറാൻ, അടുത്ത് ലിബിയ, അടുത്ത് എത്യോപ്യ, അടുത്ത് ജർമ്മനി. രാഷ്ട്രങ്ങൾ വളരെ വ്യക്തമാണ്. മറുഭാഗം നിൽക്കേണ്ടത്, മുൻപിൽ നിൽക്കേണ്ടത് ഇസ്രായേൽ, അതിന്റെ കൂടെ നിൽക്കേണ്ടത് അമേരിക്ക, ബ്രിട്ടൻ സഖ്യകക്ഷികൾ. ഇതാണ് 2 ചേരി തിരിഞ്ഞ് നിൽക്കേണ്ടതെന്ന് ഇന്നേക്ക് 2500 കൊല്ലങ്ങൾക്ക് മുമ്പ് യെഹെസ്കേൽ പ്രവാചകൻ രാജ്യങ്ങളുടെ പേരും വസ്തുതയും പറഞ്ഞു പ്രവചിച്ചു വച്ചിരിക്കുമ്പോൾ അതങ്ങനെ തന്നെ നമ്മുടെ മലയാള മനോരമ പത്രത്തിൽ അടിച്ചു വരുന്നത് കാണുമ്പോൾ ഞെട്ടലല്ല, സന്തോഷമാണ്. കാരണം തിരുവെഴുത്തുകളിൽ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് നമ്മുടെ ശ്രദ്ധ വളരെ അധികം ഉയർത്തേണ്ടത്. കാരണം നമുക്ക് യാത്രയ്ക്ക് സമയമായി എന്ന് വ്യക്തമാണ്. അപ്പോൾ അമേരിക്ക ഇസ്രായേലിനെ പിന്തുണച്ചുകൊണ്ട് ഇറാനെ അടിച്ചാൽ ലോകരാഷ്ട്രങ്ങൾ ഇതിൽ ഇടപെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരും. ഇപ്പൊ റഷ്യയുടെ 2 കപ്പലുകൾ അമേരിക്ക പിടിച്ചെടുത്തു. റഷ്യ മിണ്ടിയിട്ടില്ല. ചൈനയെ ഒരുപാട് കാര്യങ്ങളിൽ നിരായുധീകരിച്ചു വരികയാണ് അമേരിക്ക. അമേരിക്ക വലിയേട്ടൽ എന്ന നിലയിൽ ലോകരാഷ്ട്രങ്ങളുടെ മേൽ സ്വാധീനം ചെലുത്തുന്നുണ്ടെങ്കിൽ പോലും അമേരിക്കയോട് അടിക്കാൻ പാകത്തിന് ലോക രാജ്യങ്ങളിൽ പലരും ഒരുമിച്ച് കൂടി ഒരു കക്ഷി ഉണ്ടായി വരുന്നു എന്നുള്ളത് വ്യക്തമാണ്. അപ്പൊ കൃത്യമായി ഈ അടി നടക്കും. ഈ അടി നടന്നാൽ ആദ്യ റൗണ്ട് അമേരിക്കയ്ക്ക് പറയത്തക്ക നഷ്ടം ഉണ്ടായില്ലെങ്കിലും സെക്കൻഡ് റൗണ്ടിൽ അമേരിക്കയ്ക്ക് ഭീകരമായി മുറിവേൽക്കേണ്ടതായി വരും. ഞാൻ ഈ പറയുന്നതെല്ലാം ബൈബിൾ തെളിവുകൾ വെച്ചാണ് സംസാരിക്കുന്നത് കേട്ടോ, അല്ലാതെ സംസാരിക്കുന്നതല്ല. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളുടെ എല്ലാ വാക്യ ശകലങ്ങൾ ഞാൻ ഒരുപാട് നേരത്തെ പറഞ്ഞിട്ടുള്ളത് കൊണ്ടാണ് പിന്നെയും പറയാത്തത്. യെഹെസ്കേൽ പ്രവചനം 38, 39 അധ്യായങ്ങൾ നിങ്ങൾ പരിശോധിച്ചാൽ ഇനി നടക്കാതിരിക്കുന്ന യുദ്ധത്തെക്കുറിച്ച് വളരെ വ്യക്തമായി സംസാരിക്കുകയാണ്. ആ രാഷ്ട്രങ്ങൾ തന്നെ ഫേസ് ടു ഫേസ് അറ്റാക്കിലേക്ക് ഇറങ്ങുന്ന രംഗമാണ് നമ്മളിപ്പോ കാണുന്നത്. ഇവിടെയാണ് യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ചുകൊണ്ട് കർത്താവിന്റെ വരവിനെ കാത്തിരിക്കുന്ന ദൈവമക്കൾ ഒരൽപ്പം ജാഗരൂകരാകേണ്ടത്, ശ്രദ്ധിക്കേണ്ടത്. നമുക്ക് യാത്രയ്ക്ക് സമയമായി എന്ന തിരിച്ചറിവ് നമ്മുടെ മൺകൂടാരങ്ങളിൽ വ്യാപരിക്കണം. ദാറ്റ്സ് വാട്ട് ഐ എം ടോക്കിംഗ്. നിങ്ങൾ അത് വളരെ കരുതലോടെ തിരിച്ചറിഞ്ഞിരിക്കണം. അപ്പോൾ ഡൊണാൾഡ് ട്രംപിന്റെ വരവോടുകൂടി ഇസ്ലാമിക രാജ്യങ്ങൾക്ക് ആകമാനം അമേരിക്കയോട് ചെറുതായിട്ടല്ല വല്ലാത്തൊരമർഷം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇവർ ഒരുമിച്ചാൽ മാത്രമേ ഒരു അടിക്കുള്ള സാധ്യത എന്ന് പറഞ്ഞാൽ തിരിച്ചടിക്കുള്ള സാധ്യതയുള്ളൂ. അല്ലെങ്കിൽ ഇറാൻ അടി കൊണ്ടേ പറ്റൂ. ഈ ഫസ്റ്റ് റൗണ്ടിലേക്ക് ഇറാൻ അടി കൊള്ളും. ഖമനയൊക്കെ മിക്കവാറും കൊല്ലപ്പെടാനാണ് സാധ്യത. അങ്ങനെ ഇറാനിൽ ജനാധിപത്യ ഭരണം വന്നാലും ലോകരാഷ്ട്രങ്ങളിൽ സമാധാനം ഉണ്ടാവില്ല. കാരണം മുഹമ്മദിലൂടെ ലോകത്തിലേക്ക് ചുരത്തപ്പെട്ടിരിക്കുന്ന പൈശാചിക വിഷം അതിന്റെ തീവ്രതയോടെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതൊരിക്കലും നശിക്കില്ല. അത് നശിപ്പിക്കാൻ പറ്റില്ല. കാരണം അത് പിശാചി ഡയറക്റ്റ് അതിന് വെള്ളമൊഴിച്ചു കൊടുക്കുകയാണ്, വളമിട്ടുകൊണ്ടിരിക്കുകയാണ്. അതൊരിക്കലും നശിക്കില്ല. അതുകൊണ്ട് നമ്മൾ ഇതിന്റെ ഗൗരവം മനസ്സിലാക്കേണ്ടത് ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ, ലോകരാജ്യങ്ങളിൽ മുഴുവൻ അല്ലെങ്കിൽ ഗ്ലോബിന്റെ പുറം മുഴുവൻ അസമാധാനം കൊണ്ട് പൊതിയുക എന്ന ഉദ്ദേശത്തോടു കൂടി വളരുകയാണ്. നിങ്ങൾ നോക്കൂ, ഇറാനിൽ മാത്രം ആ രാജ്യത്തിന് എന്തെങ്കിലും സമാധാനം ഉണ്ടോ? നിങ്ങൾ നോക്കിയേ. ഇതാണ് ഈ ഫിലോസഫിയുടെ പ്രത്യേകത. ഇത് ലോകരാഷ്ട്രങ്ങളിൽ മുഴുവൻ വരുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയുള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അതാണ് തിരുവെഴുത്തിൽ വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിൽ പറയുന്നു, ഭൂമിയിൽ നിന്ന് സമാധാനം എടുത്തു കളയുവാൻ അതിന് അധികാരമുണ്ട്. ഈ വരാനിരിക്കുന്ന ഇസ്ലാമിക ഗവൺമെന്റിന് ഭൂമിയിൽ നിന്ന് സമാധാനം എടുത്തു കളയാൻ, മനുഷ്യർക്കാർക്കും സമാധാനമില്ലാത്ത വിധം, ഇസ്ലാമിൽ വിശ്വസിക്കുന്നവർക്ക് പോലും നേരെ ചൊവ്വേ ഉറങ്ങാൻ കഴിയാത്ത വിധം ഈ ഭൂമിയിൽ സമാധാനം എടുത്തു കളയാൻ കഴിയുന്ന ഈ ചെകുത്താന്യ ശക്തി ലോകമാസകലം ഭരിക്കാനായി വരാൻ പോകുന്നു എന്ന വസ്തുത നിങ്ങൾ തിരിച്ചറിയണം. ഇത് വരുന്നതിന്റെ ഫസ്റ്റ് ഫേസിനെ കുറിച്ച് 6-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിൽ പറയുകയാണ്. 1-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ നീ വരിക എന്നൊരു ജീവി പറയുന്നത് കേട്ടു. ഒരു വെളുത്ത കുതിര പ്രത്യക്ഷമായി. എന്താണ് വെളുത്ത കുതിര?
സമാധാനം പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്ന ഈ മതത്തിന്റെ രംഗപ്രവേശനം. നിങ്ങൾക്കറിയാം, എവിടെയെങ്കിലും ഒന്നോ രണ്ടോ മതക്കാർ മാത്രമേ ഉള്ളൂ എങ്കിൽ ഇവരെല്ലാ മതക്കാരോടും സ്നേഹമാണ്, എല്ലാവരോടും ഐക്യതയാണ്, ഭയങ്കര സ്നേഹം ഇവർ കാണിക്കും. കുറച്ച് എണ്ണം കൂടി വരുമ്പോൾ ഇവരുടെ സ്വഭാവം മാറും. കുറച്ചുകൂടി കൂടി വരുമ്പോൾ ഇവർ മറ്റുള്ളവരെ കൊല്ലാൻ തയ്യാറാവും. കുറെ കൂടി വർദ്ധിക്കുമ്പോൾ ഇവർ കൂടെയുള്ളവർ തന്നെ കൊല്ലും. ഇതാണ് ഇതിന്റെ രീതി. ഇത് മുഹമ്മദിൽ ആരംഭിച്ചതാണ്. 6-ാം നൂറ്റാണ്ടിൽ ചെകുത്താൻ ഭൂമിയിലേക്ക് അവന്റെ അവസാനത്തെ തുറുപ്പ് ചീട്ടുന്ന വണ്ണം അവൻ വെച്ച് സ്ഥാപിച്ചതാണ്. അത് കൃത്യമായി വിജയിക്കുന്നുണ്ട് എന്നുള്ളതിന് സംശയം വേണ്ട. മാനവകുലത്തെ മുഴുവൻ രക്ഷിക്കുവാൻ വന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്ഷയെ അപകീർത്തിപ്പെടുത്തുവാനും അതിലൂടെ ജനം രക്ഷിക്കപ്പെടാതിരിക്കുവാനും ചെകുത്താൻ കൊണ്ടുവന്ന ഈ തുറുപ്പ് ചീട്ട് ഒരു പരിധി വരെ വിജയിക്കുമെന്നതിന് സംശയം വേണ്ട. പക്ഷെ എനിക്ക് എന്റെ കേൾവിക്കാരോട് പറയുവാനുള്ളത്, രക്ഷപ്പെടാൻ താല്പര്യമുണ്ടെങ്കിൽ മറ്റൊരുത്തരിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ യേശു എന്ന നാമമല്ലാതെ മറ്റൊന്നില്ല. യേശുവിനോട് രക്ഷപ്പെട്ടുകൊള്ളുക. ഇല്ല, ഇതിന്റെ നാശം കാത്തിരുന്ന് കാണാനാണ് ആഗ്രഹിക്കുന്നെങ്കിൽ യു ക്യാൻ വെയിറ്റ് ആൻഡ് സീ, ദെൻ യു ക്യാൻ ഫീൽ ഇറ്റ്. നിങ്ങൾക്ക് കാണുക മാത്രമല്ല, നിങ്ങൾക്ക് ഇത് അനുഭവിക്കുകയും ചെയ്യാം. ഇതത്ര എളുപ്പമുള്ളതല്ല എന്ന തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടാകുന്നത് നല്ലതാണ്. പക്ഷേ ഈ ലോകത്തിന്റെ പ്രഭു അവിശ്വാസികളുടെ കണ്ണ് കുരുടാക്കിയിരിക്കെ അത് എത്രത്തോളം ഉണ്ടാകും എന്ന് എനിക്കറിയില്ല. കാര്യം വളരെ വ്യക്തമായി മനസ്സിലാക്കുക. ലോകരാഷ്ട്രങ്ങളുടെ സമാധാനം ലക്ഷ്യമാക്കി അമേരിക്കയും ഇസ്രായേലും ഒക്കെ നടത്തുന്ന ശ്രമങ്ങൾ ഒരു പരിധിവരെ ഫലം കാണത്തുള്ളൂ, അതിനപ്പുറം ഫലം കാണില്ല. കാരണം ഈ മുഴുവൻ ഭൂമിയെയും കർത്താവ് ചെകുത്താന്റെ കയ്യിൽ വിട്ടിരിക്കുകയാണ്. അവൻ അല്പകാലമേ ഉള്ളൂ എന്നറിഞ്ഞ് വളരെ ശക്തിയോടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ പ്രവർത്തനങ്ങൾ നാശത്തിലേക്കാണെങ്കിലും ഒരു പരിധിവരെ അവകൾ വിജയം കാണുമെന്നതിന് സംശയം വേണ്ട. അപ്പോൾ ഇനി നടക്കാനിരിക്കുന്ന യുദ്ധത്തിന്റെ അടുത്ത ദിശയിലേക്ക് മാറുന്നതിന് മുമ്പ് യേശു കർത്താവിന്റെ വരവ് നിശ്ചയമായും സംഭവിക്കും. അതുകൊണ്ട് തനിക്കായി കാത്തിരിക്കുന്ന വിശുദ്ധന്മാരെ ചേർപ്പാൻ കർത്താവായ യേശു ക്രിസ്തു എത്രയും വേഗം വരാനിരിക്കുന്നത് കൊണ്ട് ഈ യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കുറിച്ച് നമ്മൾ കേൾക്കുമ്പോൾ കരുതലുള്ളവരായിരിക്കുക, തലകളെ ഉയർത്തുക, ശ്രദ്ധിക്കുക. നമ്മുടെ കാന്തൻ വരുവാൻ സമയമെടുത്തിരിക്കുന്നു. നിങ്ങൾക്കറിയാം, ഇറാനിൽ യുദ്ധത്തിന്റെ തയ്യാറെടുപ്പുകൾ ആരംഭിച്ചപ്പോൾ തന്നെ ഇന്ത്യൻ എംബസിയിൽ നിന്ന് ഇറാനിൽ താമസിക്കുന്ന ഇന്ത്യക്കാരോട് മെസ്സേജ് അയച്ചു കഴിഞ്ഞിരിക്കുന്നു, തയ്യാറായിക്കൊള്ളുക, മടങ്ങിക്കൊള്ളുക. എംബസിയുമായി ബന്ധം സ്ഥാപിച്ചിരിക്കുക. മറ്റ് മിക്കവാറുമുള്ള രാജ്യങ്ങളും അവരുടെ ആൾക്കാരെ തിരിച്ചു വിളിച്ചിരിക്കുന്നു. കാരണം ഇറാൻ ഒരു യുദ്ധത്തിലേക്ക് പോവുകയാണെങ്കിൽ സ്വന്തം രാജ്യക്കാർ അവിടെ കിടന്ന് ദുരിതം അനുഭവിക്കുന്നത് ഒരു രാജ്യക്കാരും ഇഷ്ടപ്പെടില്ല. അതുപോലെ തന്നെയാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു കാഹളം ധ്വനിപ്പിക്കുവാൻ പോകുന്നു. ഈ ലോകത്താകമാനം അസമാധാനം അഴിച്ചുവിടാൻ പോകുന്നതിന് തൊട്ടു മുമ്പ് തന്റെ സ്വന്തം ജനത്തെ, അല്ലെങ്കിൽ തന്റെ കാന്തയെ അക്കരെ നാട്ടിലേക്ക്, യുദ്ധമില്ലാത്ത കണ്ണുനീരും മുറവിളിയും കഷ്ടതയും മരണവുമില്ലാത്ത നാട്ടിലേക്ക് കൊണ്ടുപോയിട്ടാണ് ഇവിടെ ഈ അസമാധാനം അഴിച്ചുവിടുവാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കാം. ഈ യുദ്ധകലുഷിതവും ഈ അസമാധാനവും നിലനിൽക്കുന്ന ഈ വല്ലാത്ത സാഹചര്യത്തിന്റെ ഇടയിൽ കർത്താവിന്റെ കാഹളം ധ്വനിക്കും. അതുകൊണ്ട് മടുത്തു പോകരുത്, ഉറങ്ങിപ്പോകരുത്, ശ്രദ്ധ കെട്ടുപോകരുത്, ജാഗരൂകരായിരിക്കുക. നമ്മുടെ കർത്താവിന്റെ വരവ് ഏറ്റെടുത്തിരിക്കുന്നു. അതിനുവേണ്ടി നമ്മൾ തയ്യാറെടുക്കുകയും മറ്റുള്ളവരെ അതിനുവേണ്ടി ബോധവൽക്കരിക്കുകയും ചെയ്യണം. കഴിയുന്നിടത്തോളം എല്ലാവരോടും ഈ സത്യസുവിശേഷം വിളിച്ചറിയിക്കുക. കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. മേ ഗോഡ് ബ്ലെസ് എവരിബഡി.